നമസ്കാരം. വി ഡി സതീശൻ തരംഗം ഇതുവരെ അസ്തമിച്ചിട്ടില്ല. വി ഡി സതീശനെതിരെ എന്തു പറഞ്ഞാലും ജനങ്ങൾക്ക് ഇഷ്ടമല്ല, ചീത്ത വിളിക്കും. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സതീശനെ വിമർശിക്കുമ്പോൾ പോലും അതിൻ്റെ അടിയിലെ കമൻറ്റുകൾ എന്നെ ചീത്ത വിളിക്കുന്നതാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതേസമയം വി ഡി സതീശനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ വലിയ സ്വീകാര്യതയാണ് താനും. അതിന് കാരണം വി ഡി സതീശൻ്റെ അസാധാരണമായ വാക്ചാതുരിയും മിടുക്കും കുറിക്കുകൊള്ളുന്ന മറുപടിയുമാണ്. ധവളപത്രം അവതരിപ്പിച്ചുകൊണ്ട് വി ഡി സതീശൻ ഇന്നലെ നിയമസഭയിൽ നടത്തിയ പ്രകടനം ഒന്ന് വേറെ തന്നെയായിരുന്നു. പ്രതിപക്ഷത്തിന് എണീറ്റ് നിൽക്കാൻ പോയിട്ട് വാ തുറക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ധനകാര്യ വിദഗ്ധനെന്ന് സ്വയം കരുതി നാടിനെ നശിപ്പിച്ച മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാലും താൻ തോറ്റാലും രാജാവായി തുടരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അക്ഷരാർത്ഥത്തിൽ വി ഡി സതീശൻ കൊടുങ്കാറ്റിൽ പറന്നു പോവുകയായിരുന്നു. പോയ പോക്കിൽ അവരുടെ തുണി പോലും നഷ്ടപ്പെട്ടു പോയി. അത്ര ശക്തമായിരുന്നു വി ഡി സതീശൻ്റെ മറുപടികൾ. ധവളപത്രം സതീശൻ്റെ സ്വപ്നമാണ്, സതീശൻ്റെ പദ്ധതിയാണ്. ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് വായിക്കുകയല്ല, നേരെ മറിച്ച് അത് ഹൃദിസ്ഥമാക്കി അതിലെ ഓരോ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി സതീശന് മറുപടി പറയുമ്പോൾ ഒന്നും അറിയാത്ത പിണറായി വിജയന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഈ സംഭാഷണം വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ധവളപത്രം പൂർണ്ണമായും ശരിയാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. പ്രതിപക്ഷത്തിന് പോലും അത് തെറ്റാണെന്ന് പറയാൻ കഴിയുന്നില്ല. വളരെ കഷ്ടപ്പെട്ട് KN ബാലഗോപാൽ പറഞ്ഞൊപ്പിച്ചത് 6 ലക്ഷം കോടി എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ 5 ലക്ഷം കോടിയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചാണ്. അദ്ദേഹം കഴിഞ്ഞ വർഷം നിങ്ങളോട് പറഞ്ഞ പത്രസമ്മേളനത്തിലെ വാർത്തയാണിത്. 6 ലക്ഷം കോടിയാണ് കേരളത്തിൻ്റെ കടം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ ഇതുപോലെ മന്ത്രി എന്ന നിലയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പം കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ വർഷമൊക്കെ 6 ലക്ഷം കോടിയൊന്നുമില്ല, 4,80,000 കോടിയാണ് വരിക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനൊന്നും അല്ല, ഇതൊക്കെ എനിക്കറിയാം എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നത്തെ ഈ രേഖയ്ക്കകത്ത് 5,07,000 കോടിയാണ് കേരളത്തിൻ്റെ ആകെ കടമെന്ന് പറയുന്നത്. അത് ഇന്ത്യയിലെ ഏറ്റവും കൂടിയ കടമല്ല, 13ാമത് സ്ഥാനമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നത് ശരിയാണ് എന്ന് വരാൻ ഒരു കാര്യമായി. കാരണം ഇപ്പോൾ വരെയുള്ള കടം നോക്കുമ്പോഴാണ് 5,07,000 കോടി. ഞാൻ പറഞ്ഞ 4,80,000 കോടി ഉണ്ടായിരുന്നുള്ളത് നേരത്തെ ഞങ്ങൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി വസ്തുതയാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം ശരിയല്ല എന്നും തെളിയിക്കുന്ന കാര്യങ്ങളാണ്. മറ്റൊന്നും പറയാനില്ല, പറഞ്ഞിരിക്കുന്നതെല്ലാം വസ്തുതകളാണെന്ന് വി ഡി സതീശൻ അക്കമിട്ട് തെളിവുകൾ നിരത്തി തെളിയിച്ചു. എന്തൊരു വ്യക്തതയും കൃത്യതയും, എന്തൊരു ശരീരഭാഷ. നമുക്ക് വലിയ ആരാധന വി ഡി സതീശന് തോന്നുന്ന തരത്തിലായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത്. വെറും ഉമ്മാക്കിയല്ല, ഇത് നിങ്ങളുടെ മുഖത്തേക്കുള്ള കണ്ണാടിയാണ് എന്ന് പറഞ്ഞായിരുന്നു തുടക്കം. 35,000 കോടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ 20,500 കോടി ആവിയായി പോയത് എങ്ങനെ എന്ന് കൃത്യം കണക്കുകളോട് ചോദിച്ചു. അതായത് കേന്ദ്രം ഇങ്ങനെ ചെയ്തേക്കുമെന്ന് കരുതി ഒരു സ്വപ്നം നെയ്ത് ആ സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബജറ്റ് ഉണ്ടാക്കി സംസ്ഥാനത്ത് ഇതൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് അക്ഷരാർത്ഥത്തിൽ പരിഹസിച്ചു വി ഡി സതീശൻ ധനമന്ത്രിയെയും പിണറായിയെയും. കേന്ദ്രം അവഗണിക്കുന്നേ എന്ന് പറഞ്ഞ് നിലവിളിച്ചതിൻ്റെ അടിസ്ഥാനം ഇതാണ് എന്ന് പറയാതിരുന്നത് കേന്ദ്രം മോദി സർക്കാരിൻ്റെതായതുകൊണ്ടാണ്. എങ്കിൽ പോലും എത്ര ബാലിശമായിരുന്നു CPM-ന്റെ സാമ്പത്തിക കണക്കുകൾ എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ നിലം പരിശാക്കി മുഖ്യമന്ത്രി. ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി ഇവിടെ ഉണ്ട്. അദ്ദേഹം ഒരു ബജറ്റ് അവതരിപ്പിച്ചു. ആ ബജറ്റിൽ ഇതൊരു ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് തരുന്നത്. ആ ബജറ്റ് 35,000 കോടി രൂപയുടെ പ്ലാനാണ്. 35,000 കോടി രൂപയുടെ പ്ലാൻ പദ്ധതിയാണ്. സാർ, ഈ ഗവൺമെൻറ് ഈ അധികാരം ഞങ്ങളിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കഴിഞ്ഞ ബജറ്റിലെ 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,000 കോടി ഇല്ല. കാരണം എന്താ? ആ പ്ലാൻ തയ്യാറാക്കിയത് നിങ്ങൾ അറിയണം, എല്ലാ MLA-മാരും അറിയണം. ഒരു ഗവൺമെൻറ്റും അഭിമുഖീകരിക്കാത്ത ഏറ്റവും ഗുരുതരമായൊരു പ്രശ്നമാണ് ഞങ്ങൾ ഫേസ് ചെയ്യുന്നത്. എന്താണ്? ഇവരെങ്ങനെയാണ് കണക്കാക്കിയത്? ഇവർ കണക്കാക്കിയത് 15ാം ധനകാര്യ കമ്മീഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കൊടുത്തിരുന്നു. 55,000 കോടി കൊടുത്തിരുന്നു 5 കൊല്ലമായിട്ട്. ഈ ഗവൺമെൻറ് കിട്ടിയ വലിയ നേട്ടമാണ് കഴിഞ്ഞ ഗവൺമെൻറ്. അപ്പോൾ 16ാം ധനകാര്യ കമ്മീഷൻ വരും. 16ാം ധനകാര്യ കമ്മീഷൻ വരുമ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 14,137 കോടി രൂപ ഈ ഫസ്റ്റ് ഇയറിൽ ലഭിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ കണക്ക്. 16ാം ധനകാര്യ കമ്മീഷൻ തീരുമാനിച്ചു റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നിർത്തി. സാർ, അത് കിട്ടുമെന്ന് കരുതി പ്ലാൻ ആരെങ്കിലും തയ്യാറാക്കും? പ്ലാൻ അത് കിട്ടിയേക്കും. അത് എന്ത് കണക്കാണ്? 14,137 കോടി അത് കിട്ടിയേക്കും. അതായത് 16ാം ധനകാര്യ കമ്മീഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് പ്രഖ്യാപിക്കുമ്പോൾ ഒരു 14,137 കോടി നമുക്ക് കിട്ടും ഫസ്റ്റ് ഇയറിൽ.
അതില്ല, പോയി. പ്ലാനിൽ നിന്ന് 14,137 കോടി രൂപ പോയി. സാർ, പിന്നെയുള്ള കണക്ക് എന്താണ്? പിന്നെയുള്ള കണക്ക് 16-ാം ധനകാര്യ കമ്മീഷൻ, 15-ാം ധനകാര്യ കമ്മീഷൻ 1.92% നികുതി വിഹിതം. അവരത് വർദ്ധിപ്പിക്കും. ഊഹമാണ്, വൈൽഡ് ഗസ്സാണ്. അത് അവർ വർദ്ധിപ്പിച്ച് അത് 2.8 ആക്കും. 2.8 ആക്കും. പക്ഷെ അവർ വർദ്ധിപ്പിച്ചു. പക്ഷെ 2.38 മാത്രമാണ് അവരാക്കിയത്. സാർ, അപ്പോൾ എത്രയാ പോയത്? അപ്പോൾ വീണ്ടും ഒരു 5,000 കോടി കൂടി പോയി. മറ്റ് ചില പ്രതീക്ഷിച്ച ഗ്രാൻറ്റുകളിൽ നിന്ന് ഒരു 600 കോടി രൂപ പോയി. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ അധികാരത്തിൽ വന്ന ഏതെങ്കിലും ഗവൺമെൻറ് ഇതുപോലൊരു അന്തരീക്ഷം ഫേസ് ചെയ്തിട്ടുണ്ടോ? 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഇല്ല. അല്ലല്ല, ഞാൻ തീർത്തോട്ടെ, അതൊരു സംശയം ചോദിക്കാം. 20,500 കോടി ഇല്ല. ലെറ്റ് മീ കംപ്ലീറ്റ്. ഐ വിൽ ഗിവ് യു ആൻ ഓപ്പർച്യൂണിറ്റി. 20,500 കോടി രൂപ ഇല്ല. നീ എന്ത് ചെയ്യും? അതാണ് ഒരു വലിയ വെല്ലുവിളിയാണ്. പ്ലാൻ തയ്യാറാക്കുമ്പോൾ, ബജറ്റ് തയ്യാറാക്കുമ്പോൾ ഒരു ഗവൺമെന്റിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അതാണ് സാർ ഈ ധവളപത്രത്തിൽ പറയുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ സംസാരിച്ചപ്പോൾ ഒരു കാര്യമില്ലാതെ പറഞ്ഞു, ധവളപത്രം എന്ന് പറയുന്ന ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തേണ്ടതാണ്. സാർ, ഞാൻ അങ്ങയോട് വളരെ വിനയത്തോടു കൂടി പറയുന്നു, സാർ, ഈ ധവളപത്രം ഉമ്മാക്കിയല്ല, നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന കണ്ണാടിയാണ്. 10 കൊല്ലക്കാലത്തെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിന്റെ കൂടി കണ്ണാടിയാണ്. അത് ഉമ്മാക്കിയല്ല. ഞങ്ങൾ ആരെയും ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തില്ല. കണ്ണാടിയാണ്. ആ കണ്ണാടിയിലേക്കൊന്ന് നോക്കണം സാർ, എന്നിട്ട് പുറകിലേക്കൊന്ന് സഞ്ചരിക്കണം. 6,000 കോടി നീക്കിയിരിപ്പുമായാണ് സർക്കാർ ഇറങ്ങിപ്പോയത് എന്ന പച്ചക്കള്ളം പൊളിക്കുകയായിരുന്നു അടുത്ത ദൗത്യം. അത് നുണയല്ല എന്ന് പറയാൻ പിണറായി വിജയനോ ബാലഗോപാലനോ പ്രതിപക്ഷത്തിനോ കഴിയാത്ത വിധത്തിൽ, ഏത് സാധാരണക്കാരനും പിടികിട്ടുന്ന തരത്തിൽ പിണറായി കെടുകാര്യസ്ഥതയുടെ മുഖം മൂടി വലിച്ചു കീറി വി ഡി സതീശൻ. എത്ര ലളിതമായി, എത്ര വ്യക്തമായി ഖജനാവിൽ 1 രൂപ പോലും ഇല്ല എന്ന് ഉദാഹരണ സഹിതം വി ഡി സതീശൻ വ്യക്തമാക്കി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെയുള്ള പ്രചരണം എന്താ? 6,000 കോടി രൂപ ട്രഷറിയിൽ ബാക്കി വെച്ചിട്ടുണ്ട്. സാർ, ട്രഷറിയിൽ പൈസ വരും, പല രീതിയിൽ വരും. ഇത് IGST ഗ്രാൻറ്റിൻ്റെ പൈസ വന്നു, ലാസ്റ്റ് ആയപ്പോഴേക്കും വേറെ ചില കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റ് വന്നു. സാർ, മെയ് 16-ാം തീയതി നമ്മൾ എന്നാണ് അധികാരത്തിൽ ഏറ്റെടുക്കുന്നത്? അതിന് ശേഷമാണ് 18-ആണ്. മെയ് 16-ാം തീയതി 6,000 കോടി ഉണ്ടോ? 2,000 കോടി രൂപയുള്ളൂ. അപ്പോൾ ബാക്കി വെച്ചിട്ടാണ് പോകുന്നതെന്ന് ഈ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പാവപ്പെട്ട ജനങ്ങളെ. ഇവിടെ ഇരിക്കുന്ന ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലൊരു സ്റ്റാഫിന് 50,000 രൂപ സാലറി ഉണ്ടെന്ന് സങ്കല്പിക്കുക. 50,000 രൂപ കൂടുതലുണ്ടെന്ന് എനിക്കറിയാം. 50,000 രൂപ. ആൾക്ക് 25,000 രൂപ പലചരക്കടയിൽ കൊടുക്കണം ശമ്പളം കിട്ടുമ്പോൾ. പുള്ളി പലചരക്കടയിൽ കൊടുക്കുന്നില്ല, അത് പോക്കറ്റിൽ വയ്ക്കുന്നു. പാല് മേടിച്ച കാശ് കൊടുക്കുന്നില്ല. 1-ാം തീയതി ആകുമ്പോൾ പാലുകാരൻ വരുമ്പോൾ കൊടുത്തില്ല. പത്രക്കാരൻ്റെ കാശ് കൊടുക്കുന്നില്ല. മനസ്സിലായ? ആർക്കും കൊടുക്കുന്നില്ല. ആ ഇറച്ചിയും മീനും മേടിച്ച സ്ഥലത്ത് അവർക്ക് പോലും പൈസ കൊടുക്കുന്നില്ല. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, എൻ്റെ പോക്കറ്റിൽ 50,000 രൂപ ബാക്കിയുണ്ട്. നിങ്ങളുടെ കയ്യിൽ 6,000 കോടി രൂപ ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ LSCD മിനിസ്റ്റർ ഇവിടെ ഇരിക്കുന്നു, ലോക്കൽ ബോഡിയുടെ 3-ാം ഗഡു നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? 1982 കോടി രൂപ നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? കയ്യിൽ പണം ഉണ്ടായിട്ട്. നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ലയബിലിറ്റി എന്തൊക്കെയാണ്? നിങ്ങൾ എവിടെയെല്ലാമാണ് നിങ്ങൾ പണം കൊടുക്കാനുള്ളത്? നിങ്ങൾ ആ പണം കൊടുക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ പണം കൊടുത്തിട്ടില്ല. പട്ടിക വിദ്യാർത്ഥികൾക്ക്, പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ കൊടുക്കാനുള്ള പണം എത്രയാണെന്നറിയാമോ? 377 കോടി രൂപ. 6,000 കോടി രൂപ ബാക്കി ട്രഷറിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പാവങ്ങൾ കുട്ടികൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കണ്ടേ? ആ 377 കോടി രൂപ കൊടുത്തോ? നിങ്ങൾ കൊടുത്തോ? 21,000 കോടി രൂപ ജീവനക്കാർക്ക് DA RES വെച്ചിട്ടാണ് സർക്കാർ ഇറങ്ങുന്നത്. അത് കൊടുത്തില്ലല്ലോ. എന്നാൽ 6,000 കോടി ബാക്കിയുണ്ട്. ഒരു RES കൊടുത്തേക്കാം, തീരുമാനിച്ചില്ലല്ലോ. പെൻഷനർമാർക്ക്
14,387 കോടി രൂപയുടെ അരിയസ് ഉണ്ട്. കൊടുത്തോ? കൊടുത്തിട്ടില്ലല്ലോ. ഞാനിനി അതും പോട്ടെ, അതെല്ലാം പോട്ടെ, ആ സപ്ലൈകോയ്ക്ക് കൊടുക്കാനുണ്ടല്ലോ ഒരു 2,893 കോടി രൂപ. ഏറ്റവും രൂക്ഷമായ വിലക്കയറ്റം നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് 6,000 കോടി രൂപ ട്രഷറിയിലുണ്ട്. ഇനി നിങ്ങളെടുത്ത് ചെലവാക്കിക്കോ എന്ന് പറയുന്ന നിങ്ങൾ എന്തേ അത് കൊടുക്കാതെ പോയത്? 2,893 കോടി രൂപ ഇവിടെ വിലക്കയറ്റം നിയന്ത്രിക്കേണ്ടതിന്റെ സർക്കാരിന്റെ ഏജൻസിയാണ്, മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ട ഏജൻസിയാണ്. നിങ്ങൾ അവർക്ക് കൊടുത്തോ? എന്തിനാണ് ആ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൊടുക്കാനുണ്ട് 476 കോടി ഇല്ലേ? ഇവിടെ ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലാത്ത മരുന്ന് വിതരണം നടത്തി നല്ല മരുന്ന് കിട്ടാൻ വേണ്ടി ആ കുഞ്ഞുങ്ങളെ കാത്തിരിക്കുക. അവർക്ക് നല്ല മരുന്ന് വിതരണം നടത്താൻ വേണ്ടി നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നില്ലേ ഈ പൈസ? കൊടുത്തില്ലല്ലോ, കൊടുത്തില്ല. 476 കോടി രൂപയാണ് അവർക്ക് കൊടുക്കാനുള്ളത്. ഞാനിപ്പോൾ കുറച്ച് സ്കീംസ് മാത്രമാണ് പറഞ്ഞത്. പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള കാരുണ്യ സ്കീംസിൽ 2,017 കോടിയുണ്ട്. നിരവധിയായിട്ടുള്ള ബാധ്യതകൾ, ഇപ്പോൾ ഇമ്മീഡിയറ്റ് ലയബിലിറ്റീസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ടൊരു കഥ ഉണ്ടാക്കുക, എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക, 6,000 കോടി ബാക്കി വെച്ചിട്ട് പോയിരിക്കുക. ഇതിനേക്കാൾ ലാളിത്യത്തോടെ ഏത് കുഞ്ഞുകുട്ടിക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഖജനാവ് ധൂർത്തിനെ കുറിച്ച്, ഖജനാവിൽ ഒന്നുമില്ലാത്തതിനെ കുറിച്ച് മറ്റാർക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിയും? അതുകൊണ്ടാണ് ബൈജു സ്വാമി ഒരു ചെറിയ തിരുത്തിട്ടത്. ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ 50,000 ശമ്പളം പോക്കറ്റിലുണ്ടെന്ന് ഭാര്യയെ ബോധിപ്പിക്കുന്ന സതീശിന്റെ ഉദാഹരണം അത്ര ഗുമ്മില്ല. കുറച്ചുകൂടി വ്യക്തമായി ഒരെണ്ണം ഞാൻ പറയാം. നമ്മുടെ നാട്ടിലെ വരുമാനമില്ലാത്തത് കൊണ്ട് ലോൺ ആപ്പിലൂടെ 10,000 രൂപ കടമെടുത്ത ഒരാൾ പോക്കറ്റിലുള്ള 500 രൂപ കാണിച്ച് കണ്ടോടോ ഒരു ജവാൻ മേടിക്കാനുള്ള കാശ് എൻ്റെ പോക്കറ്റിലുണ്ട് എന്ന് പറയുന്നത് പോലെ കണ്ടാൽ മതി. ഇതാണ് യഥാർത്ഥ അവസ്ഥ. ഇത്രയും ദരിദ്രമായ ഒരു ഖജനാവ് ഉണ്ടാക്കി വെച്ചിട്ട്, കടബാധ്യതകൾ ഉണ്ടാക്കി വെച്ചിട്ട് മേനി നടിക്കുന്ന CPM-നെ തല പൊക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അത്ര ഭയാനകമായ ആക്രമണമായിരുന്നു സതീശൻ്റെത്. അങ്ങനെ ധവളപത്രത്തെക്കുറിച്ചുള്ള മുഴുവൻ സംശയങ്ങളും സതീശൻ ദൂരീകരിക്കുന്നു. പ്രതിപക്ഷത്തിന് വാ പൊളിക്കാൻ കഴിയുന്നില്ല. ഇതുവരെ പറഞ്ഞ നുണക്കോട്ടകളെല്ലാം ഈ മഹായുദ്ധത്തിൽ പൊളിച്ചടുക്കി. ഇത് മാത്രമാണോ സതീശൻ ചെയ്യുന്നത്? ചെറിയ കാര്യങ്ങൾ പോലും സതീശൻ വെറുതെ വിടില്ല. മുഖ്യമന്ത്രി നിലയിൽ സഭയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ, മറുപടി പറയാൻ അവസരം കിട്ടുന്നതുകൊണ്ട് കിട്ടുന്ന അവസരമെല്ലാം മുതലെടുക്കും. പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കാൻ പോകും എന്നതിൻ്റെ സൂചനയാണ് ഒരു രാഷ്ട്രീയ വിവാദത്തിൽ കയറി പിടിച്ച് VD സതീശൻ പിണറായിയുടെ നടുവൊടിച്ച സംഭവം. നന്ദിപ്രമേയ ചർച്ചയുടെ ഭാഗമായി ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞ ഒരു സംഭവത്തെ കയറി ഒരു കാര്യവുമില്ലാതെ പിണറായി പിടികൂടിയതാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്കൊപ്പമായിരുന്നു CPM എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു ആര്യാടൻ ഷൗക്കത്തിന്റെ ശ്രമം. തന്റെ പാണ്ഡിത്യം തെളിയിക്കാൻ വേണ്ടി പിണറായി വിജയൻ അല്പം ചരിത്രം പറഞ്ഞു. 1941 ജർമ്മനിയും കൂട്ടാളികളും വലിയ മുന്നേറ്റമുണ്ടാക്കിയ ശേഷം സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ പുറപ്പെട്ടു. അതോടെയാണ് സോവിയറ്റ് യൂണിയൻ ബ്രിട്ടനോടൊപ്പം ചേർന്ന് ജർമ്മനിക്കെതിരെ യുദ്ധരംഗത്തേക്ക് വന്നത്. സോവിയറ്റ് യൂണിയൻ ആക്രമിക്കപ്പെട്ടപ്പോൾ മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞത് എൻ്റെ സഹതാപം ഇംഗ്ലണ്ടിനോടൊപ്പമാണ് എന്നാണ്. ഇതേ കാലത്താണ് യുദ്ധോത്സുകമായ മുന്നേറ്റത്തിന് സുഭാഷ് ചന്ദ്രബോസ് ഇറങ്ങുന്നത്. നേതാജിയുടെ സമരോത്സുകതയോട് ജനങ്ങൾ കൂടുതൽ അടുക്കുന്നത് കണ്ടാണ് 1942 ആഗസ്റ്റിൽ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിക്കുന്നത്. ഗാന്ധിജി പോലും 2ാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടനും സോവിയറ്റ് യൂണിയനും നേതൃത്വം നൽകിയ സഖ്യത്തിനാണ് മാനസിക പിന്തുണ നൽകിയത് എന്ന് പറഞ്ഞല്ലോ. ഹിറ്റ്ലറുടെ ജർമ്മനി യുദ്ധം ജയിക്കുന്ന ഘട്ടം വന്നാൽ അത് ലോകത്തെയാകെ നാസിസം കീഴ്പ്പെടുത്തുമെന്ന ശരിയായ വിലയിരുത്തലായിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയത്. അതിനാലാണ് സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകിയ പക്ഷത്തിന് പിന്തുണ നൽകിയത്. സോവിയറ്റ് യൂണിയൻ തുടങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അവർ നിഷ്പക്ഷത പാലിച്ചു നിന്നു എന്നൊക്കെ പറഞ്ഞ് ബ്രിട്ടനെ സഹായിച്ചതിൻ്റെ മാനദണ്ഡമൊക്കെ വിശദീകരിച്ച് ഗാന്ധിജിക്ക് പോലും ബ്രിട്ടനോട് അടുപ്പമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയൻ ഞെളിഞ്ഞിരുന്നതേ ഓർമ്മയുള്ളൂ. സതീശൻ ചാടി എണീറ്റു. അത്തരമൊരു കാര്യത്തിന് മറുപടി പറയും എന്ന് ആരും നനയ്ക്കാതിരിക്കെ ചരിത്രം എണ്ണി എണ്ണി പറയുന്നു. പിണറായി പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണ്. സോവിയറ്റ് യൂണിയൻ ഉണ്ടായിട്ട് അപ്പോഴേക്കും വർഷങ്ങൾ പിന്നിട്ടിരുന്നു. മാത്രമല്ല സ്റ്റാലിനും ഹിറ്റ്ലറും ധാരണയിലായിരുന്നു. അത് പൊളിഞ്ഞു പോയപ്പോഴാണ് സ്റ്റാലിൻ ബ്രിട്ടനൊപ്പം ചേർന്നത്. അതോടുകൂടി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരും ബ്രിട്ടീഷ് അനുകൂലികളായി എന്ന് പറഞ്ഞ് വർഷം സഹിതം
എണ്ണി എണ്ണി ചരിത്രം വിളമ്പി. അങ്ങ് രണ്ടാം ലോക മഹായുദ്ധകാലത്തേക്കൊക്കെ പോയി പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ടൊരു വാചകം പറഞ്ഞു, സോവിയറ്റ് യൂണിയൻ നിഷ്പക്ഷമായിരുന്നു, പിന്നീട് ബ്രിട്ടന്റെ കൂടെ കൂടിയെന്ന്. അല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, 1939 സ്റ്റാലിൻ ഹിറ്റ്ലർ പാക്റ്റ് ഉണ്ട്, അറിയാമോ? ഹിറ്റ്ലർ ഈ പണി തുടങ്ങിയിട്ട് കുറേ നാളായല്ലോ. ആളുകളെ കൊല്ലാൻ, ജൂതന്മാരെ കൊല്ലാൻ, എതിരാളികളെ കൊല്ലാൻ ഗ്യാസ് ചേമ്പർ തുടങ്ങി, നാട്ടുകാരെയെല്ലാം നാട് കടത്തി, എല്ലാം ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന സ്റ്റാലിൻ ഹിറ്റ്ലറുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. 1939 ഹിറ്റ്ലർ സ്റ്റാലിൻ പാക്ട്. അന്ന് സോവിയറ്റ് യൂണിയൻ പറയുന്നത് നിങ്ങൾ കേൾക്കുള്ളൂ, സ്റ്റാലിൻ പറയുന്നത് കേൾക്കുള്ളൂ. കേരളത്തിൽ അങ്ങ് ചെറിയ പ്രായത്തിലായിരിക്കും, പക്ഷെ കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ സ്റ്റാലിൻ പറയണ കേൾക്കുള്ളൂ. സ്റ്റാലിൻ ഹിറ്റ്ലറുടെ കൂടെയാണെങ്കിൽ ഹിറ്റ്ലറുടെ കൂടെയായിരുന്നു. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരും എടുത്ത തീരുമാനങ്ങളെല്ലാം ഹിറ്റ്ലറുടെ കൂടെ. കാരണം എന്താ? വലിയ യജമാനൻ സ്റ്റാലിൻ ഹിറ്റ്ലറുടെ കൂടെ നിൽക്കുന്നു. പിന്നെ ഹിറ്റ്ലർക്ക് ഈ സ്ഥിരതയില്ലാത്തതുകൊണ്ട് അറിയാമല്ലോ, ഹിറ്റ്ലറുടെ സ്വഭാവം അറിയാമല്ലോ. 41 ആയപ്പോൾ ഹിറ്റ്ലർ കയറി റഷ്യ ആക്രമിച്ചു, മോസ്കോ ആക്രമിച്ചു. അതാണ് അപ്പോഴാണ് സോവിയറ്റ് യൂണിയൻ നിഷ്പക്ഷ നിലപാടല്ല, ഹിറ്റ്ലറുടെ കൂടെ ഉണ്ടായിരുന്ന നിലപാട് മാറ്റി നേരെ ഇപ്പുറത്ത് ഈ അലയൻസിന്റെ കൂടെ കൂടുന്നത്. അപ്പം നിങ്ങൾ മാറി, അത് കറക്റ്റാണ്. അപ്പം മാറി, സ്റ്റാലിൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ മാറാതിരിക്കാൻ പറ്റുമോ? അവിടെ മഴ പെയ്താൽ ഇവിടെ കുടപിടിച്ച് കിടക്കുന്ന ആളല്ല. മോസ്കോയിൽ മഴ പെയ്താൽ തിരുവനന്തപുരത്ത് കുടപിടിച്ച് കിടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ്. ഒരു കാര്യവുമില്ലാതെ പണി ഇരന്നു വാങ്ങുകയായിരുന്നു പിണറായി വിജയൻ, അതും ബജറ്റുമായി ഒരു ബന്ധവുമില്ലാത്ത വിഷയത്തിൽ. ഇങ്ങനെയാണ് വി.ഡി. സതീശന് മുമ്പോട്ടുള്ള പോക്കെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിഞ്ഞാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. സാമ്പത്തികം പറയാൻ അറിയാത്തതുകൊണ്ട് കൂടെ ബാലഗോപാലനെ എണീറ്റ് നിർത്തി പറയിപ്പിക്കാമെന്ന് വിചാരിക്കൂ. പക്ഷേ രാഷ്ട്രീയം പോലും പറയാൻ വി.ഡി. സതീശൻ സമ്മതിക്കില്ലെങ്കിൽ എന്തു ചെയ്യാൻ സഖാക്കളെ നമ്മുടെ വിജയൻ?